ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടാബിൾ ക്രിയേഷനാണ്. ഓക്കെ, ഈ കാണുന്ന വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടാബിളുകൾ നമ്മൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷേപ്പും ഉണ്ട്. അപ്പം ഞാനിത് സെറ്റാക്കി വെച്ചതാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെയ്ത് വെച്ചതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ടാബിളാണിത്. ടാബിൾ ഡിലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ച ടാബിളുകളാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന രീതികളും ഫോണ്ട് സൈസ് കൂട്ടുന്നതും ഫോണ്ട് ഡിസൈൻ ചെയ്യുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആ ക്ലാസ് ഒന്ന് കാണുക. എന്നിട്ട് അതേപോലെ ഷേപ്പ് വരക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ ക്ലാസ്സിൽ ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതായത് ക്ലാസ് സ്പീഡായിട്ട് പോകുന്നുണ്ടോ, ഇനി ഒന്നും കൂടെ സ്ലോ ആക്കണോ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ അറിയിച്ചാൽ മതി. കമൻറ്റ് ബോക്സ് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ SBT എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് ഒരു പിക്ചറാണ് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ നിന്ന് നമ്മളൊരു സെർച്ച് ചെയ്ത് SBT എന്നുള്ള ലോഗോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതായത് ലോഗോ ഒക്കെ എങ്ങനെയാണ് ക്രോമിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിലോട്ട് കൊണ്ടുവരുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഞാനിതിവിടെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാദ്യം നമ്മൾ ക്രോമിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഈ പേജിലോട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, പിന്നീടുള്ളത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തതാണ്. ഓക്കെ, ടൈപ്പ് ചെയ്ത് നമ്മൾ സെറ്റിങ്സൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഒരൊന്നും കൂടെ പറയാണ്. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോൾഡ് ആക്കണം. അതുപോലെ തന്നെ സൈസ് കൂട്ടി കൊടുക്കുക. ഓക്കെ, ബാക്കിയെല്ലാം അതുപോലെ സെൻറ്റർ അലൈൻമെൻറ്റ് നമ്മൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഇങ്ങനെയൊക്കെ എടുക്കുക. നമ്മൾ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ ഇവിടെ വെച്ചിട്ട് സ്പേസ് നീക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ റൈറ്റ് അലൈൻമെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ലെഫ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് നേരെ റൈറ്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ റൈറ്റ് അലൈൻമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, റൈറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ ബോക്സ് നമ്മൾ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടാബ് കീ പ്രസ് ചെയ്യുക. കീബോർഡിനകത്ത് ടാബ് കീ പ്രസ് ചെയ്യുക കേട്ടോ. ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, കാരണം ചില കറണ്ട് പോയതാണ്. നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. എന്തെങ്കിലും എനിക്ക് അടുത്ത ക്ലാസ് ഒന്നും കൂടെ ഇതിനനുസരിച്ചാണ് വേണ്ടതെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാബിൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസെർട്ട് പോയിട്ട് ടാബിൾ. ഓക്കെ, ഈ ടാബിളിനകത്ത് ഇൻസെർട്ട് ടാബിളിനകത്ത് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് കോളംസ്, ഇവിടെ നമ്മൾ കോളംസ് നമുക്ക് 11. നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് താഴോട്ടാണ്, അവിടെ നമ്മൾ 1 ആണ്. ഓക്കെ, 11ഉം 1ഉം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ, അതുപോലെ താഴത്തേക്കുള്ളതാണ് റോ എന്ന് പറയുന്നത്. ഓക്കെ അടിക്കുക. അപ്പോൾ ഇതിൻ്റെ നേരെ തൊട്ട് താഴെയാണ് ഈ കോളം വന്നത്. ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിൽക്കാനുള്ള, അതായത് ഈ ടേബിൾ ഇവിടെ കൊള്ളുന്നില്ല, അവിടെ സ്പേസ് ഇല്ല, ഇത്രയും വലിയ ടേബിളാണ്. അപ്പോൾ ഇത് സൈസും ജസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് കൊടുക്കുക കേട്ടോ, റീസൈസ് ചെയ്യുക. ഇനി നമ്മൾ ഈ പ്ലസ് ചിഹ്നം കണ്ടില്ല, ഈ പ്ലസ് ചിഹ്നത്തിൽ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിന്ന് അലൈൻമെൻറ്റൊക്കെ സ്പേസ് ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനുണ്ട് ഇതെല്ലാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇനിയിപ്പോൾ നമുക്ക് ടാബിൾ വേണ്ടത് എവിടെയാണ്, പിൻകോഡിൻ്റെ അവിടെ നമുക്കൊരു ടാബിൾ വേണം. ഇവിടെ നമ്മളിതേപോലെ തന്നെ 8 ഇൻസെർട്ടിൽ പോയിട്ട് ഇത് നമ്മൾ സാധാരണ ഇതാട്ടോ, നമ്മളെ കീബോർഡിനകത്ത് ഫുൾ സ്റ്റോപ്പാണ്. ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് പിൻകോഡിൻ്റെ അവിടെയാണ് നമുക്ക് ടാബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻസെർട്ട്, ഇവിടെ നമ്മൾ കോളംസാണ് 8 എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ റോ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ,
ഇത് നമ്മൾ ഇതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതിനെ നേരെ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ലാൻഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഫുൾ കോളം ഈ ലൈന് കാണുന്നത് ഫുൾ സ്റ്റോപ്പ് ഇല്ല, നമ്മുടെ കീബോർഡ് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കുത്ത് കുത്ത് കുത്ത്, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നേരെ തൊട്ട് താഴെ നമുക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇൻസെർട്ടിൽ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഈ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എത്ര വലിപ്പമുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ നേരെ നമ്മൾ കൊണ്ടുവരിക. അതിൻ്റെ നേരെ, അതായത് ഈ ടേബിളിന് നേരെയാണ് നമ്മളിത് കൊണ്ടുവരേണ്ടത്. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. ഇതിപ്പോൾ കളർ ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്, ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മളത് നോ ഫില്ല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് സെലക്റ്റഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുക. സെലക്ഷൻ ഒഴിവായി കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് ഓപ്ഷൻ കാണില്ല. അപ്പോൾ നമ്മൾ ടാബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ കാണാം ഡ്രോയിങ് ടാബിൾ എന്ന് കാണാം അല്ലേ, ഡ്രോയിങ് ടൂൾസ്. അതായത് ഈ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസുകളെല്ലാം ഇവിടെ ആക്റ്റീവ് ആവും. ഇതെല്ലാം വെച്ചിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യും. നമ്മുടെ ഓരോ ക്ലാസ്സും നമ്മുടെ ഇതുപോലെ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മെനുകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുക, ഓരോ വർക്കുകളും ചെയ്ത് നിങ്ങളെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോയിങ് ടൂൾസിൽ വന്നിട്ട് ഫോർമാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളിതിൻ്റെ കളറ് ഒഴിവാക്കാനാണ് അല്ലേ, നോ ഫില്ല്. ഓക്കെ, നോ ഫില്ല് കൊടുക്കുക. അതേപോലെ തന്നെ ഷേപ്പ് ഔട്ട്ലൈനിൽ നമ്മൾ ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, ആ ഷേപ്പ് മാത്രം മതി അവിടെ. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ഷേപ്പും കൂടെ വേണം. അതിനകത്തൊരു ടെക്സ്റ്റും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസെർട്ടിൽ പോയിട്ട് നമ്മളൊരു ഷേപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു ഓർഡറിൽ വേണം ഇവിടെ വരട്ടെ. ഇനി നമ്മൾ ഇതിനകത്ത് ഫില്ല് നമുക്ക് കളഞ്ഞതിന് ശേഷം നോ ഫില്ല് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കഴ്സർ വരും. എന്നിട്ട് നമ്മൾ അലൈൻ ടെക്സ്റ്റ് എന്ന് കാണുന്നിടത്ത് അത് സെൻട്രലാണ് മിഡിലാണ് നമുക്ക് വേണ്ടത്. ടോപ്പ് ഉണ്ട്, മിഡിലുണ്ട്, ബോട്ടം ഉണ്ട്. ടോപ്പിലിട്ടാൽ നിങ്ങൾക്ക് കാണാം കഴ്സർ മുകളിൽ വരാം. അലൈൻ മിഡിലാണെങ്കിൽ സെൻട്രലിൽ വരും, അലൈൻ ബോട്ടം ആണെങ്കിൽ താഴെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, അലൈൻ മിഡിലാണ്, സെൻട്രലാണ് വേണ്ടത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഹോം മെനുവിൽ വന്നിട്ട് ഫോണ്ട് കളറിൽ നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ബ്ലാക്ക് ആക്കുമ്പോഴാണ് നമുക്ക് ടൈപ്പ് ചെയ്താൽ ഓക്കെ കാണുള്ളൂ. നമുക്ക് അതിന് ശേഷം നമുക്ക് താഴെ ഒരു ടാബും കൂടെ വരക്കാനുണ്ട്. പക്ഷെ അതിനുള്ള സ്പേസ് നമുക്ക് അവിടെ കാണുന്നില്ല അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേജിന് ആദ്യം ഒന്ന് ലേഔട്ട് മാറ്റി കൊടുക്കുക. ലേഔട്ടിൽ വന്നിട്ട് ജസ്റ്റ് നമ്മൾ ലേഔട്ടിൽ വരിക. എന്നിട്ട് അതിനകത്ത് സൈസ് എന്ന് പറയുന്നത് പേപ്പർ സൈസ് A4 ആണോ നോക്കുക. അപ്പോൾ A4 ആണ്. ഇനി നമുക്ക് അവിടെ ഒരു ടാബിളും കൂടി ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചൊരു സ്പേസ് കൂടുതലുണ്ട്. ഈ സ്പേസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ റിമൂവ് ചെയ്യണം. ഈ സ്പേസ് റിമൂവ് ചെയ്താൽ നമുക്ക് ഇവിടെ താഴെ ഉണ്ട്, അവിടെ ഒരു ടാബിളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കഴ്സർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ആക്കുക. അപ്പോൾ അത് അങ്ങോട്ട് കയറണം. ശരിക്കും എന്തുകൊണ്ട് കയറാത്തെന്ന് അറിയില്ല. നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് യെസ് അവിടെ സെലക്ഷൻ ഉണ്ട്, അപ്പോൾ ഡിലീറ്റ് ആക്കാം കേട്ടോ. അവിടെ ഒരു കുറച്ച് സെലക്ഷൻ വന്നതുകൊണ്ടാണ് നമ്മളവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ആവാത്തത്. ഓക്കെ അല്ലേ. ഇവിടെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. കണ്ടോ, ഡോട്ട് കറക്റ്റിൽ വരണം. ഇവിടെയൊക്കെ ഒരു ഡിസോർഡറായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒപ്പാക്കണം, അല്ലെങ്കിൽ നമ്മളൊരു വൃത്തികേടായിട്ടാണ് ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ, എല്ലാം ഒരേപോലെ ഇങ്ങനെ വരണം. ഓക്കെ, ഞാൻ കീബോർഡിനകത്ത് ഫുൾ കോളനാണ് അടിക്കുന്നത്. അതേപോലെ ഇതും ഫുൾ കോളൻ. ഓക്കെ, ഇതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ സ്പേസ് കിട്ടി താഴെ ആ ബോർഡർ വരക്കാൻ, അതായത് ടാബിൾ വരക്കാൻ. അപ്പോൾ ഇൻസെർട്ടിൽ പോയിട്ട് ടാബിൾ എടുക്കുക. ഇൻസെർട്ട് ടാബിൾ. ഇതിനകത്ത് നമുക്ക് എത്ര കോളം എത്ര റോ ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ 4 കോളംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 റോയുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 എന്ന് കൊടുത്തു. താഴെ നമ്മൾ നമ്പർ ഓഫ് റോ എന്ന് കാണുന്നിടത്ത് 2 എന്ന് കൊടുക്കുക. നമ്മൾ ഓക്കെ അടിക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ താഴെയുള്ള ലൈന് ഇതിൻ്റെ ഗ്രിഡ് ലൈൻസ് താഴെ വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക. ഓക്കെ, അപ്പോൾ സ്പേസ് ഇല്ലാത്തത് കാരണം നമുക്കവിടെ കിട്ടുന്നില്ല. താഴെ പേജിലോട്ട് പോയി. അപ്പോൾ താഴെ ബോട്ടം ബോർഡർ ഉണ്ട്.
ബോട്ടം മാർജിൻ, ആ മാർജിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വെക്കുക. അപ്പം നമുക്ക് ആ താഴെ വന്ന ആ ലൈന് മുകളിലേക്ക് വന്നു ആ ടേബിൾ. ഓക്കെ, ഇനി ഈ ഗ്രിഡ് ലൈനിൽ പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ കോളത്തിൻ്റെ വിടുത്തൊന്ന് കുറച്ച് കൊടുക്കണം. കേട്ടോ, അങ്ങനെ വിടുത്ത് കുറച്ച് കൊടുക്കാം. നമുക്ക് ഈ കോളം കുറച്ച് വിടുത്ത് ഇങ്ങോട്ട് ആക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ടാബിളിലോട്ട് പോകാൻ ടാബ് അടിക്കുക. അതുപോലെ തന്നെ ടാബ് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഈ സെലക്ഷൻ, അതായത് ഈ ടാബിളിൽ ടൈപ്പ് ചെയ്ത എല്ലാ മാറ്ററും നമ്മൾ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ടാബിൾ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. ടാബിളിലും ഇതുപോലെ തന്നെ നമുക്ക് ടൂൾസ് ഓപ്ഷൻസ് വരും. അതിൻ്റെ ഡിസൈന്, ലേഔട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടാബിളിനകത്ത് പഠിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാം വർക്ക് ബേസിൽ തന്നെ നമ്മൾ എല്ലാ ഓപ്ഷൻസും വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഓരോ വീഡിയോയും നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസുകളും കിട്ടുള്ളൂ. ഇതിനെ നമ്മൾ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ അലൈൻ സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേബിളിൻ്റെ സെൻറ്ററിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടോ, അതായത് എല്ലാതും ലെവലാണോ നോക്കണം. ഇതൊക്കെ ഒരേ ലെവലിൽ വരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ വർക്കുമായി വരുന്നതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.